അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഹോണ്ട സിറ്റിയുടെ വില ഇത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2014 മോഡൽ ഹോണ്ട സിറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്പർ ഞാൻ തരാം. അപ്പോൾ നമ്മുടെ 2015 മോഡൽ തരാം. ഞാൻ ഈ വണ്ടിയുടെ ആഹമൊക്കെ കയറി നോക്കി, കൊള്ളാം, കുഴപ്പമില്ല. നല്ല 40,000 രൂപയാണ് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നല്ല വണ്ടിയായിട്ടുള്ളത്. ഞാനിവിടെ വന്ന് ഈ വാഹനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ചണ്ഡീഗഡിൽ ഞായറാഴ്ച മാത്രമുള്ള ഒരു യൂസ്ഡ് കാറിൻ്റെ മേള. അപ്പോൾ പല നാട്ടിലുള്ള ആളുകൾ അവരുടെ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഞായറാഴ്ച വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ പല ആളുകൾ വന്ന് ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ആഡംബര വാഹനങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാഹനങ്ങൾ എടുക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം നമ്മൾ ഇവിടെയൊക്കെ വന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഒക്കെ കാണണം നിങ്ങൾ. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഞാൻ ഈ വാഹനങ്ങളുടെ നമ്പരൊക്കെ ബ്ലർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ വാഹനങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് അവർക്കൊരു കുഴപ്പം വരണ്ട എന്ന് വെച്ചിട്ടാണ്. 2011 മോഡൽ മെഴ്സിഡസ് C250 ആണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ വില 6,40,000 രൂപയാണ് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നാട്ടിൽ എത്രയാണ് ഇതിൻ്റെയൊക്കെ വില എന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. വില കൂടുതലാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം, കുറവാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. വാഹനം ഹോണ്ട സിറ്റി ഡീസലാണ്, 2014 മോഡൽ. 5,30,000 രൂപയാണ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. സൺറൂഫൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഹോണ്ട സിറ്റിയുടെ വില ഇത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2014 മോഡൽ ഹോണ്ട സിറ്റിക്ക് 5,30,000 രൂപയാണ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഞാനിവിടെ വന്ന് ഈ വാഹനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ വാഹനങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ സൺറൂഫൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. കണ്ടിട്ട് നല്ല വണ്ടിയാണ്. നിങ്ങൾ നാട്ടിലെ ടയറൊക്കെ നല്ല വണ്ടിയാണ്. നാട്ടിലെ വില എത്രയാണെന്ന് അറിയില്ല. അറിയാവുന്നവരൊന്ന് ദയവേത് കമൻറ്റ് ചെയ്യണം. നാട്ടിൽ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരു ഷെവർലെറ്റ് ക്രൂസ് ആണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ വില ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ സൺറൂഫൊക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് 3,50,000 രൂപയാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പരൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. കമൻറ്റ് ഇടുന്നവർക്ക് നമ്പർ തരാം. ഞാൻ ഈ വണ്ടിയുടെ ആഹമൊക്കെ കയറി നോക്കി, കൊള്ളാം, കുഴപ്പമില്ല. നല്ല 2015 മോഡൽ ഫോർഡ് ഇക്കോസ്പോർട്ട് ആണ് ഈ കിടക്കുന്നത്. 4,25,000 രൂപയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ നമ്പരൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നല്ല വണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാഹനങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങിച്ചു കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞിട്ട് ആരും വാഹനങ്ങൾ വാങ്ങിക്കണ്ട. ഇത് ചണ്ഡീഗഡിൽ ഒരു ഞായറാഴ്ച മാത്രം നടത്തുന്ന ഒരു യൂസ്ഡ് കാറിൻ്റെ മേളയാണ്. ഇവിടെ ഷോറൂമൊക്കെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ദൂരെയൊക്കെ ആയിരിക്കും. ഞായറാഴ്ച മാത്രമേ ഇവരിവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഹനങ്ങൾ വന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാം. കണ്ടിട്ട് നല്ല ടയറൊക്കെയാണ്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാം. കണ്ടിട്ട് നല്ല വാഹനമാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ വാഹനങ്ങളെക്കുറിച്ച് ഞാൻ ഇതിൽ വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വന്ന് വാങ്ങിക്കാം. അപ്പോൾ ഈ കിടക്കുന്നത് 2022 മോഡൽ മഹീന്ദ്ര താറാണ്. 14,75,000 രൂപയാണ് എഴുതിയിട്ടുള്ളത്. ഇൻഷുറൻസ് വാലിഡ് ആണെന്നാണ് എഴുതിയിട്ടുള്ളത്. 34,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓണറാണ്. അപ്പോൾ ഇത് നല്ല വണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം പുതിയ വണ്ടിയാണ്, ഫസ്റ്റ് ഓണറാണ്. അപ്പോൾ ഇവരൊക്കെ ഈ വാഹനങ്ങൾ എന്താണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് ചണ്ഡീഗഡിലും ഡൽഹിയിലൊക്കെ ആളുകൾ ഓരോ വാഹനങ്ങളും പെട്ടെന്ന് മാറുമ്പോൾ തന്നെ അവർ അതിൻ്റെ ഓരോ വാഹനങ്ങൾ വിപണിയിൽ ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ പഴയ വാഹനം എത്ര പുതിയതാണെങ്കിലും അവർ കൊടുത്ത് പുതിയത് വാങ്ങിക്കും. അങ്ങനത്തെ ഒരു ഭാഷണമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ പുതിയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ യൂസ്ഡ് കാറിൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വന്ന് വാങ്ങിക്കാം. കാരണം ഇവിടെ നമ്പരൊക്കെ വേണമെങ്കിൽ അത് ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്പർ ഞാൻ തരാം. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.